ഗുജറാത്ത് ഉൾപ്പെടെ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ NIA റെയ്ഡ് നടക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കായുള്ള തിരച്ചിലിനായി ഈ റെയ്ഡ് തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 5 സംസ്ഥാനങ്ങളിലെ 19 സ്ഥലങ്ങളിലാണ് NIA തിരച്ചിൽ നടത്തുന്നത്. പ്രധാനമായും മദ്രസകളടക്കം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു അറസ്റ്റും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സാനന്ദിനടുത്തുള്ള ചെക്ല ഗ്രാമത്തിൽ നിന്നാണ് മദ്രസയിൽ ജോലി ചെയ്യുന്ന വ്യവസായി കൂടെയായ ആദിൽ എന്ന് പറയുന്നയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുള്ളതായി സംശയിക്കുന്നതായി NIA വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഗുജറാത്ത്, ജമ്മു, ആസാം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിങ്ങനെയുള്ള സംശയാസ്പദമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം റെയ്ഡ് നടത്തുന്നു എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. അടുത്തത് ദക്ഷിണേന്ത്യയിലാണ് ഈ റെയ്ഡ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനകളും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമായും ജമ്മു കശ്മീരിലെ റിയാസ്, ഖുദ്ഗാം, അനന്ത്നാഗ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിനായിട്ടുള്ള ആ ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. NIAയും പ്രത്യേക ആസാം ടാസ്ക് ഫോഴ്സും ചേർന്നാണ് അസാമിൽ ഈ റെയ്ഡിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അവർ നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ ഭീകരൻ പിടിയിലായിരിക്കുന്നു. ഷഹനൂർ ആലം എന്ന് പറയുന്ന ഭീകരനാണ് ഗോൾപാറ ജില്ലയിലെ തുക്കുരയിൽ നിന്ന് പിടിയിലായിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അസാമിലെ തീവ്രവാദ സംഘടനകളെയെല്ലാം ശൃംഖലകളെയെല്ലാം തച്ചുടയ്ക്കുന്നതിന് വേണ്ടി ശക്തമായ നടപടികളുടെ ഭാഗമായി ഗോവിന്ദ്പൂർ, തുക്കുര, ബോർപഹാർ എന്നിവിടങ്ങളിലുള്ള ഒന്നിലധികം സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡുകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള വ്യക്തികളുടെ സമൂലവൽക്കരണം, ഭീകരവാദ പ്രചരണം, തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് മറ്റാൾക്കാരെ റിക്രൂട്ട് ചെയ്യൽ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഉന്മൂലനം ചെയ്യാനാണ് ഈ റെയ്ഡ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്രസകളടക്കം കേന്ദ്രീകരിച്ച് ഈ റെയ്ഡ് നടക്കുന്നുണ്ട്. അടുത്ത ദക്ഷിണേന്ത്യയിലാണ് ഈ റെയ്ഡ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.